പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. പരീക്ഷാഫലം സംബന്ധിച്ച തീരുമാനം പിന്നീട് ഉണ്ടാകും. സുരേഷ് വെള്ളിവറ്റുണ്ട്. സുരേഷ് വിവരങ്ങൾ പറയും. രതീഷ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 12ാം ക്ലാസ് പരീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായും കുട്ടികളുടെ ഉപരിപഠനത്തിന് ഏറ്റവും നിർണായകമാണ്. ആ പരീക്ഷയുടെ ഫലം അതാണ് പൂർണ്ണമായും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. CBSEയുടെ ഒരു തീരുമാനം വന്നത്. ഇതിൽ പ്രധാനം 16-ാം തീയതി മുതൽ അടുത്ത മാസം 10 വരെ നടക്കേണ്ടിയിരുന്ന പരീക്ഷകൾ, അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് മാറ്റിവെച്ചിട്ടുള്ള പരീക്ഷകൾ, ഈ പരീക്ഷകളെല്ലാം റദ്ദാക്കി എന്നുള്ളതാണ് CBSE അറിയിക്കുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ ഏത് വിധത്തിലായിരിക്കും കുട്ടികളുടെ മറ്റ് തീരുമാനങ്ങൾ, ഫലം തീരുമാനിക്കുക, അതോടൊപ്പം തന്നെ ഇനി കഴിഞ്ഞ ഒരു മോഡൽ പരീക്ഷ ഇതിനു മുൻപ് നടത്തിയിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ, അതല്ല ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ സ്വീകരിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ CBSE പിന്നീട് അറിയിക്കാമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. UAE, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ ഇങ്ങനെയുള്ള GCC രാജ്യങ്ങൾക്കൊപ്പം ഇറാനിലെ പരീക്ഷയും റദ്ദാക്കിയതായി CBSE അറിയിക്കുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നതാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നത്. എല്ലാവർക്കും വലിയ ആശങ്കയുണ്ട്. പലരും ഈ പരീക്ഷ കഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് മറ്റ് പല പ്രൊഫഷണൽ കോഴ്സുകളുടെയും എൻട്രൻസ് പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളും ഈ വിദ്യാർത്ഥികളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവരൊക്കെ ഇപ്പോൾ വല്ലാത്ത ആശങ്കയിലായിരിക്കുകയാണ്. എപ്പോഴായിരിക്കും ഇനി പരീക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക, ഫലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക, അത് എങ്ങനെയായിരിക്കും, അത് തങ്ങളുടെ ഭാവി പഠനത്തെ എങ്ങനെ ബാധിക്കും, അങ്ങനെയുള്ള ആശങ്കകളൊക്കെ വിദ്യാർത്ഥികൾക്കുണ്ട്. ഏതായാലും ഈ അനിശ്ചിതത്വം ഒഴിവാക്കുന്നു. കാരണം പരീക്ഷ എപ്പോൾ എന്നുള്ള ഒരു അനിശ്ചിതത്വം ഒഴിവാക്കുകയാണ് ഇപ്പോൾ CBSE ചെയ്തിട്ടുള്ളത്. പരീക്ഷ ഉണ്ടാകില്ല എന്ന് അറിയിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം.